ഇനിയിപ്പോ ഏതോ തോട്ടിലോ പുഴയിലോ കടപ്പുറത്തോ ഏതെങ്കിലും ശവം കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. അല്ല ഒന്നുമില്ല. ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് നാളെ കടപ്പുറത്തൊരു ശവടിഞ്ഞ് ആകെ വെള്ളം കുടിച്ച് ചീർത്ത് ഇപ്പൊ പൊട്ടുന്നുള്ള അവസ്ഥയിലാ. അതൊന്ന് കാണണം. അത് വല്ലാത്ത ജാതി. വിവരം അറിഞ്ഞപ്പോ കുട്ടിന്റെ വീട്ടുകാരൊക്കെ കൂടി ഓടിപ്പാഞ്ഞെത്തി. നോക്കുമ്പോ എന്താ ആ കുട്ടിന്റെ ഓല് ഉദ്ദേശിച്ച ശവല്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ റെയിലുമെന്നാ കുട്ടിന്റെ ശവം കിട്ടി. അതുപോലെ തന്നെ ഇതും അങ്ങനാണ്ട് വിചാരിച്ചാ മതി. ആ മമ്മുഞ്ഞ ഒരേ നേരമായല്ലോ, നിർത്തിക്കടാ. ആ ഞാൻ നിർത്തി. ഇവിടുത്തെ കുട്ടിയല്ല വരുന്നേ. നല്ല കഥ. മനുഷ്യനെ പേടിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് ഇപ്പൊ അങ്ങനെ കേറി വരിക. പൊന്നു മോളെ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് എവിടെ പോയി കിടക്കീനി അവള്? ആ കുട്ടീനെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കി. എന്താ സംഭവിച്ചെന്ന് വെള്ളം കുടിപ്പിച്ച്. വിനയ, നീ ആ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോ. മോളെ, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല അച്ഛാ, എനിക്ക് ഒന്നുമില്ല. ഇത്ര നേരം നീ എവിടെയായിരുന്നു മോളെ? പറയാം, എല്ലാം പറയാം. ശ്രീദേവി, നീ ഒന്ന് സമാധാനിക്കേ. അവളൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ആ എല്ലാവരും എല്ലാരും പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടെ ഒന്നും കൊടുക്കാനില്ല. എല്ലാരും പോയി കടന്നുറങ്ങിക്കോളി. ആ പോട്ടെ പോട്ടെ പോട്ടെ. എല്ലാം നടന്നോടി. വേഗം പോയി ആല കൂടിക്കോളി. പോട്ടെ പോട്ടെ. ആ അല്ല, ഇയാളെന്താ പോണില്ലേ? അല്ല, ഓളാരെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണോ അല്ലെങ്കിൽ ആരെ തട്ടിക്കൊണ്ട് പോയതാണോ എന്നറിഞ്ഞിട്ട് പോണതല്ലേ നല്ലത്. അത് അറിയുന്നതിന് മുമ്പ് പോകുന്ന നിനക്കല്ലേ? അയ്യേ, ഏത് നമുക്ക് മോത്തേക്ക് ടോർച്ചടിക്കണം. കാക്കേ, ഒന്നിങ്ങോട്ട് വരി, പോവാ. നിന്റെ പെണ്ണുങ്ങളാ വിളിക്കുന്നത്. ചെല്ലങ്ങോട്ട്. എന്നാ ഞാൻ പോട്ടെ. തൊഴുത്ത് കയറാനായി. അല്ല, പൊരേ കയറാനായി. എന്നാ നമുക്കിറങ്ങിയാലോ? പോവാം. വിനയാ, ഞങ്ങൾ ഇറങ്ങാണേ. കാളപൂട്ടിന്റെ അതിശയം നമ്മള് പറഞ്ഞാനെ, അങ്ങനെ കാളയുടെ കൂടെ നമ്മള് നടന്നാനെ. പാട്ടം നിർത്തോ? മുണ്ടാതെ നടന്നോ, ചവിട്ടി കൂട്ടും ഞാന്. ഒരു ദിവസം പോലും മനസമാധാനം തരരുത് കേട്ടോ മനുഷ്യ. ഞാൻ എന്ത് ബാക്ക ചെയ്തിട്ടാ ഇങ്ങനെ നിലമ്പിട്ട് ചാടണത്? തൊള്ളേന്ന് വല്ലതും ചാടുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിച്ചോടെ എങ്ങക്ക്. കല്യാണപ്പോരെയും മരിച്ച വീടും പള്ളിയും അങ്ങാടിയും ഒക്കെ ഒരുപോലെ എങ്ങക്ക്. നിങ്ങളെ നാവിൽ ലൈസൻസ് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ റബ്ബേ, ഈ ഒന്നും ചെയ്യണ്ടടി. ചെയ്യേണ്ടി മുഴുവൻ ഞാനാ. കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യേണ്ടത്. ചെയ്യേണ്ടി മുഴുവൻ ഞാനാ. വളരെ കൊട്ട. അനക്ക് ഞാൻ കാണിച്ചു തരടി. ഓരോ ചെരുപ്പ് കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യേണ്ടത്. ഓടവിടെ ഇറങ്ങിട്ട് അന്റെ ബാപ്പ കുഞ്ഞിരായിനെ വരെ വരച്ച വരെ നിർത്തിയില്ല ഞാന്. 3 നേരം മുരുട്ടി മുടുങ്ങിയിട്ട് ഉള്ള ബറ്റുകുത്തല അത് ഞാൻ തീർത്തരടി. തൃശ്ശൂരാമ്പട്ടിന്ന് ലോഡ് കാണിച്ചു പോത്തനെ കൊണ്ടുവന്ന് മെരിക്കണേ എനിക്ക്. അന്നെ മെരിക്കാനാണ് ഈ പണി. കാണിച്ചു തരാം ഞാന്. ഓരോ ചട്ടിയും കലവും ഈ പുതപ്പ് ഞാൻ കീറി വലിച്ചെറിയാം. ഈ കസാല ഇവിടെ വേണ്ട. ഈ ഇരിക്കേണ്ട ആരും ഇവിടെ കടന്നോടെയൊക്കെ. അന്റെ അടുക്കള എന്ന് ഞാൻ ശരിയാക്കിയരടി. ഇനി ഒരൊറ്റൊന്നും ഇവിടെ വെച്ച് തിന്നണ്ട. ഈ പൂച്ചണെന്ന് ഞാൻ കൊല്ലും. മണ്ടിക്കോ, ഇവിടെ തിരിച്ചു വരുമല്ലോ, അപ്പം കാണിച്ചു തരാം. ഒന്നുമില്ലേ? എറിഞ്ഞെടുക്കാൻ ഒന്നുമില്ലേ? ഔ വല്ലാത്ത ജാതി.